പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ്. ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു, അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് പണി കാണിക്കുന്നത്. അതെങ്ങനെയാണ് വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല. എല്ലാവരും പെണ്ണിനെ കുറ്റം പറയാം. അവനൊന്നും ചെയ്തിട്ടില്ല, അവനെന്തോ പാവം പിടിച്ചവൻ, ഇവള് കയറി അവൻ്റെ ചെയ്തുകൊണ്ട് മരിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത്. ഇവിടെ ഒരു വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ട്. എഴുച്ചു പോടാ വേട്ടോളെ എത്താൻ പോലും. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഈ പൂക്കി മോളായിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന കടയാടി മോള്, അവളെ ജയിലിലിട്ട് കൂടെയുള്ള തടവുകാരെ ആക്രമിച്ചു, അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഷിംജിത എന്ന് പറയുന്ന കാവടി മോളുടെ സഹോദരൻ ആ തടവുകാർക്കെതിരെ പരാതിയൊക്കെ ആയിട്ട് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. ഇവൾ അടിച്ചങ്ങ് ഉതവാതാക്കിയെങ്കിൽ വളരെ നല്ല കാര്യം. ഇതുപോലുള്ള കടയാടി മക്കള് ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. അവളുടെ അമ്മയുടെ റീച്ച് ഉണ്ടാക്കല്, പൈസ ഉണ്ടാക്കല്, അതിനു വേണ്ടിയിട്ട് അവളെ തന്തേവരെ അവളെ പിടിച്ച് വിൽക്കാൻ മടിക്കാത്ത ഒരു കടയാടി മോളാണ്. ഇതുപോലുള്ള അപരാധി മക്കളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. ഞാനൊരു ന്യൂസ് ക്ലിപ്പ് ആദ്യം ഒന്ന് കൊടുക്കാം. തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാകുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു പരാതി ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ്. കേട്ടല്ലോ, അതായത് പലരിൽ നിന്നും ഇവള് പണം തട്ടിയിട്ടുണ്ട്. ഹണി ട്രാപ്പ് പോലുള്ള പല രീതിയിലുള്ള ട്രാപ്പുകൾ ചെയ്തിട്ട് പല ആൾക്കാരിൽ നിന്നും പണം തട്ടിയിട്ടുള്ള ഒരു പുണ്ടാമോളാണ് ഇവള്. അവസാനം തട്ടി ഇവള് ദീപകിന്റെ നിന്നും തട്ടാനും വേണ്ടിയിട്ട് ഉള്ള എന്തൊക്കെയോ പരിപാടികൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മിക്കവാറും എത്രയോ നാള് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രാപ്പ് ആയിരിക്കണം. ഇവള് റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും എത്രയോ നാളുകൾ പ്ലാൻ ചെയ്ത് നടത്തിയൊരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ, ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ആളല്ല ഇവളല്ലാണ്ട് കാറിലൊക്കെ കുണയ്ക്കുന്നവളാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇവൾ ബസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്ലാനിങ് ആണ് അതിന്റെ പിന്നിൽ നടന്നതെന്ന് ഞാൻ അന്നൊരു വീഡിയോയിൽ സൂചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയം തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോൾ അതെന്തോ വാസ്തവമായിട്ട് തോന്നുകയാണ്. അതുപോലത്തെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇവള് പല ആളുകളിൽ നിന്നും പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇവളുടെ ഫോണ് കൂടുതൽ പരിശോധിക്കണം, പരിശോധനയിലേക്കാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ദീപകിന്റെ ഫോണും പരിശോധനയിലാണ്. ഇനി ദീപകിനെ ഇവൾ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ഈ വീഡിയോ എടുത്തതിന് ശേഷം ഭീഷണിപ്പെടുത്തി ഈ വീഡിയോ പുറത്തു വിടും, അല്ലെങ്കിൽ ഇത്ര രൂപ തരണം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അതിനെ തുടർന്നാണോ ദീപക് എന്ന് പറയുന്ന വ്യക്തി മനം നൊന്ത് ഈ കടുംകൈ ചെയ്തത്, അല്ലെങ്കിൽ മറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാണോ, എല്ലാം പുറത്തു വരണം. ഈ കടയാടി മോള്, തന്തയില്ലാത്ത മോളെ വലിച്ചു കീറി ഒട്ടിക്കണം. ജയിലിൽ കൂടെയുള്ള തടവുകാര് ഇവളെപ്പോലുള്ള കാവടി മക്കളെ തല്ലി തീർത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമ്മുടെ ഗവൺമെന്റിൽ നിന്നും അത്രയും ശമ്പളം അങ്ങോട്ട് ഇവളുടെ അണ്ണാക്കിലോട്ട് പോകൂലല്ലോ, ഫുഡും. ഇതുപോലുള്ള മോളുകളെ ഒരു കാരണവശാലും വച്ചിരിക്കാൻ പാടില്ല. നിയമം ഏതൊക്കെ അറ്റം വരെ പോയിട്ടാലും കടും ശിക്ഷയായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഈ കടയാടി മക്കളെ ജയിലിലുള്ള ബാക്കിയുള്ളവരെ എടുത്തിട്ട് ഇടിച്ച് ചാമ്പുക, ഇവളുടെ മറ്റേടം വരെ തല്ലി ചതയ്ക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനത്തെ മക്കൾ കാരണം ഇവിടെ എന്തൊക്കെ അപരാധങ്ങളാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകളുണ്ട്. ഇതുപോലത്തെ കടയാടി മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരിക്കുന്ന കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ. സ്വന്തം വീട്ടിലെ ഭർത്താവിന് നാളെ ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ ഇവളുമാരൊക്കെ പഠിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, അവനെയൊക്കെ ചവിട്ടി കാലിൻ്റെ അടിയിലല്ലേ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനൊക്കെ നാളെ എന്തെങ്കിലും രീതിയിൽ ഇതുപോലൊരു ഇഷ്യൂ ഫേസ് ചെയ്ത് സ്വയം തീർന്നു കഴിഞ്ഞാലും അവളുമാരുടെ കൂടെ നിന്നും കൊണ്ട് മറ്റേ അടിച്ച കുണച്ച വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾ. ഞാൻ കുറച്ച് വീഡിയോ കൊടുക്കാം. സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ മൈക്രോ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. പക്ഷെ എന്ത് കണ്ടന്റാണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട കണ്ടന്റ്. എന്ത് കണ്ടന്റാണ് കിട്ടിയത്? എടോ, നിനക്ക് ഉളുപ്പുണ്ടോ? നീ കണ്ണാടി മച്ച് വന്ന് എന്നാ കോണാത്തില ഇതും കണ്ടോണ്ടായിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് കണ്ടന്റാണ് കിട്ടിയെന്ന്? ഒരുത്തന്റെ ജീവിതം തുലയ്ക്കുന്ന കണ്ടന്റ് അവൾ ഉണ്ടാക്കിയത് നിന്റെ കണ്ണി കുരുവായിരുന്നു. നിനക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ലേ? നീ എവിടെ കൊണ്ടാ കാണുന്നേ? എന്തോന്നല്ല ഇതൊക്കെ?
നിനക്കൊന്നും ബോധമില്ല. ഇതിനൊക്കെ ആരുടെ ഈ ചർച്ചയിൽ പിടിച്ചിരുത്തുന്നത്? ശ്രീകണ്ഠൻ നായന്റെ തമ്മിൽ എന്ന് പറയുന്ന ഒരു ഷോ ആയിരുന്നു. ആ ഷോയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറെ കീരവിത്ത് സാധനങ്ങളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കല്. ഇതിനൊക്കെ എന്നാ പണ്ണാനാണ്? എന്തിനാണ് ഇതിനെയൊക്കെ വിളിച്ച് അവിടെ ഇരുത്തുന്നത്? വായി തോന്നിയത് കോതയ്ക്കുമായിട്ട് വിവരം ബോധം പൊക്കണമുള്ള ആരെങ്കിലുമൊക്കെ 10 വരെ പിടിച്ചിരുത്തണം. അല്ലാതെ വിവരവും ഇല്ല ബോധമില്ല പൊക്കണമില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങളല്ല പിടിച്ച് ചർച്ചയ്ക്ക് ഇരുത്തേണ്ടത്. എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കിയെന്ന്? നീ പിന്നെ എന്നാ കീരവിത്ത് ഉണ്ടായി ഇത്ര കണ്ടോണ്ടിരുന്നത്? അവൾ എന്നാ കണ്ടന്റാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലേ? നിനക്കൊക്കെ ബോധമില്ലേ? കോപ്പിലെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു. അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിഹേവിയർ സയൻസിൽ. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം അല്ല, അവർ ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക്. ഇവളൊക്കെ കോപ്പിലെ റിസർച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാ കീരവത്തെ റിസർച്ചാണ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് ഇയർ ജയിച്ച, സെക്കൻഡ് ഇയർ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഇയർ ജയിക്കുവോ? കോപ്പ് ജയിക്കും. എന്തോന്ന് റിസർച്ചാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിന്? ഷിംജിത എന്ന് പറയുന്ന കടയാടി മോള് സൈക്കോളജിസ്റ്റ് ആണ് പോലും. അവള് ചെയ്തിട്ടുള്ള തന്തയില്ലായ്മ കണ്ടില്ലേ? അവള് സൈക്കോളജിസ്റ്റ് ആണ് പോലും. അതുകൊണ്ട് ഈ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒക്കെ ആയെന്ന് വെച്ചിട്ട് മറ്റേതാണെന്നൊന്നും വിചാരിക്കരുത്. ഈ കണ്ണാടി വെച്ച ഇവർക്ക് ഒരു ബോധവുമില്ല, അവരല്ലോ പൊക്കണമില്ല. എവിടെന്നോ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ചർച്ചയെന്ന് പറഞ്ഞ് വിളിച്ചപ്പം എവിടെന്നോ ഇറങ്ങി ഓടി വന്ന് കയറിയിരിക്കുകയാണ്. മാമനോടൊന്നും തോന്നില്ലേ, മാമനുണ്ട് ഉണ്ണാനെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ വന്നിരിക്കുകയാണ്. ഉളുപ്പും ഇല്ലാണ്ട് വന്നിരുന്ന് പറയുന്ന നോക്ക്. നാളെ നിന്റെയൊക്കെ വീട്ടിലുള്ള നിന്റെയൊക്കെ തന്തയോ നിന്റെയൊക്കെ സഹോദരങ്ങളോ ഭർത്താവിനോ ഒക്കെ ഇതേ അവസ്ഥ വന്നിട്ട് അവന്മാർ ഇതുപോലെ തീരണം. അപ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പുണ്ടാമക്കളുടെ പിറകെ നീയൊക്കെ നിൽക്കുന്ന ഈ ഒരു പരിപാടി അങ്ങ് നിർത്തും. മനസ്സിലായ? അല്ലാണ്ട് ഫേക്ക് ഫെമിനിസ്റ്റുകളുടെ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമുണ്ട്, ഫേക്ക്നെസ്. വെറും ലിറ്ററലി ഫേക്ക് ആയിട്ടുള്ള നിന്റെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം, ഈ വൃത്തികെട്ട മെന്റാലിറ്റി, ഇത് മാറണമെങ്കിൽ നാളെ നിന്റെയൊക്കെ കുടുംബത്തിലുള്ള ആവനെങ്കിൽ തീരണം. എന്നാലേ നിന്റെയൊക്കെ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ സാമാനം മാറത്തുള്ളൂ. ഉള്ളിൽ വിഷമാണ്. ആണുങ്ങളോടുള്ള അസൂയയും കുശുമ്പും നിറഞ്ഞിട്ടുള്ള വെറും ഫേക്ക് ഫെമിനിസ്റ്റുകളാണ്. ആണുങ്ങൾ മൊത്തം തകർന്ന് തരിപ്പണമാവണം, ഇവളുമാരുടെ കാലിന്റെ അടിയിൽ ആണുങ്ങൾ നിൽക്കണം എന്നുള്ളൊരു വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള കുറെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ആണുങ്ങൾ ചെയ്യുന്നത് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പെണ്ണുങ്ങൾ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ആണ് പെണ്ണ് വ്യത്യാസം വെച്ചുകൊണ്ട് വാശിപ്പുറത്തുള്ള ഈ പരിപാടി ചെയ്യരുത്. സത്യവും ന്യായവും നീതിയും നോക്കിയിട്ട് പെരുമാറണം ഏതൊരു കേസായാലും. അല്ലാണ്ട് അവിടെ ആണ് പെണ്ണ് ഈ വേർതിരിവും വ്യത്യാസമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇക്വാലിറ്റി മൂഞ്ചണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം കൊണ്ട് കുറെ കുട പിടിച്ചല്ലോ. ഇക്വാലിറ്റി എടുത്ത് കൊടുത്തപ്പം പറ്റാനില്ല. ഇപ്പം പെണ്ണുങ്ങൾക്ക് പ്രിവിലേജ് കൂടുതൽ വേണം. ഉളുപ്പില്ല നിനക്കൊക്കെ കൂടുതൽ പ്രിവിലേജ് എടുത്ത് അണ്ണാക്കി തന്നു തന്നെ നിന്നെയൊക്കെ പോലെയുള്ള കുറെ ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നത്. നിന്നെയൊക്കെ പോലെയുള്ള ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് ഇതൊക്കെ മിസ്യൂസ് ചെയ്ത് തുലയ്ക്കുന്നത്. ഈ ഷിംജിതയെ പോലുള്ള അറവരാധികൾ എല്ലാം കൂടി ആണ് ഇതൊക്കെ നശിപ്പിച്ച് നാറാണത്താക്കി. നാളെ ജെന്യൂനായിട്ടൊരു സ്ത്രീക്ക് ഒരു വിഷയം വന്നാൽ കൂടി അവൾക്ക് പ്രതികരിച്ച് രംഗത്ത് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതുപോലെയുള്ള കടയാടി മക്കളാക്കി വെച്ചിട്ടുള്ള. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് വാ തുറപ്പിക്കില്ല. പച്ച തെറി വിളിച്ചിട്ട് എനിക്ക് പോകും. അതിന്റെയൊക്കെ വല്ലത് കേസ് കൊണ്ട് കൊടുത്താലും എന്റെ കോലാണ്ടി കൊണ്ട് കൊടുത്താലും എനിക്കൊരു തേങ്ങയില്ല. കണ്ടന്റല്ലേ പറഞ്ഞതല്ലേ കിട്ടിയത്? ഷിംജിതയ്ക്ക് കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ? ഇപ്പം ഷിംജിതയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ ഞാൻ ന്യായീകരിക്കുന്ന അവരുടെ ആക്ഷൻ, ഞാൻ ന്യായീകരിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിംജിത ചെയ്തത് എന്ന കാര്യമാണെന്നേ പറഞ്ഞുള്ളൂ. ഒരു വ്യത്യാസം. 25 ബ്ലോഗേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അവളെ കൊല്ലണം, അവളെ അങ്ങനെ ചെയ്യണം, അവൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. Who are you to say that? നിങ്ങൾക്ക് ആരാണ് ഇതൊക്കെ പറയാൻ? എനിക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടാ. 25 വ്ളോഗറിനെ എടുക്കുമ്പോൾ 25 പേരും ഒരേ സ്വരത്തിൽ അവള് തീരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും തന്തയില്ലാത്ത പരിപാടിയാണ് അവൾ കാണിച്ചിട്ടുള്ളത്. ഒരു പാവം നിരപരാധിയായ ഒരു വ്യക്തിയുടെ ജീവിതവും ജീവനും വെച്ചിട്ടാണ് ആ തന്തയില്ലാത്തവള് കളിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള കാവടി മക്കളെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. അല്ലാതെ അതുപോലത്തെ കാവടി മക്കളെ ചുരുക്കാൻ പിടിച്ച് അവളുടെ മൂട്ടിൽ മറ്റേ തടവി കൊടുത്ത് നിന്നെയൊക്കെ പോലെയുള്ളവളുമാര് രംഗത്ത് വരുമ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് തരത്തിൽ അംഗീകരിക്കും? നിന്നെയൊക്കെ പോലുള്ളതിന് ഏത് തരത്തിലാണ് ഞാനൊക്കെ അംഗീകരിക്കേണ്ടത്? കണ്ട കടയാടി മക്കള് ഓരോ അടുത്തയുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ നിനക്കൊന്നും അതിലൊന്നും പറയാനില്ല. ഒരുത്തൻ ജീവൻ തീർന്ന്, ഒരുത്തന്റെ ജീവൻ ഈ ഭൂലോകത്തൊന്ന് പോയി ഈ ഒരു കടയാടി മോള് കാരണം. അവളുടെ അമ്മയുടെ കണ്ടന്റ് ഉണ്ടാക്കിയത് അതിനെ പറ്റിയിട്ട് നിനക്കൊന്നും സംസാരിക്കാനില്ല. മറ്റേ മോളുകളെ സപ്പോർട്ട് ചെയ്ത് നിന്നെയൊക്കെ പോലുള്ള ഫേക്ക് ഫെമിനിസ്റ്റുകൾ വന്ന് കണ്ടെന്ന് വായിട്ട് അലയ്ക്കുമ്പോൾ അത് വളരെയധികം മോശമാണ്. നാളെ നിന്റെയൊക്കെ വീട്ടിലുള്ളവന്മാർക്ക് ഇതേ അവസ്ഥ വരണം. അപ്പോഴേ നിന്നെയൊക്കെ പോലുള്ളവരും കിടന്ന് കുണക്കത്തുള്ളൂ. കൂടുതൽ കുണയ്ക്കാൻ നിൽക്കരുത്.
ചെയ്തത്? നിങ്ങൾക്ക് ആരാണ് റൈറ്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നേക്കുന്നത്? ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾക്കൊക്കെ ആരാണ് ഇത് പറയാനുള്ള റൈറ്റ് തന്നേക്കുന്നത്? നിന്റെ അടുത്ത് പ്രത്യേകം വന്ന് അനുവാദം വാങ്ങിച്ചിട്ട് നമ്മൾ വന്നിരുന്ന് പറയും ഇതുപോലുള്ള കടയാടി മക്കളെ നിയമം തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇതുപോലുള്ള മോളുകളെ വച്ചേക്കേണ്ട കാര്യമില്ല. എന്തിനാണ് വെറുതെ കൊണ്ട് ഗവൺമെന്റിന്റെ ശമ്പളത്തിന്റെ ഇതിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുത്ത് അവളെ കണ്ണാക്കിൽ തിന്നാനും ഇട്ട് കൊടുത്ത് ഇവക്കൊക്കെ പ്രത്യേക ശമ്പളം കൊടുത്ത് എടുത്തിട്ട് പോറ്റാനാണ്. ഇതുപോലുള്ള കടയാടി മക്കളെ തൂക്കി തീർക്കണം. അങ്ങനത്തെ നിയമം ഇവിടെ വരണം. ഗൾഫ് രാജ്യങ്ങളിലുള്ള പോലത്തെ നിയമങ്ങൾ ശക്തമായിട്ട് വരണം. ഇതുപോലത്തെ കടയാടി മക്കളായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ കിടന്ന് ഉരുളുവായിരുന്നു ഇവരുടെയൊക്കെ തല ഇതിനു മുമ്പേ റോട്ടി കിടന്ന്. ആ സെറ്റപ്പിൽ വരുമായിരുന്നു. അത് സെറ്റപ്പിൽ വരുത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ടേ മറ്റേ പുന്നാര മക്കളെ സപ്പോർട്ട് ചെയ്ത് നിന്റെയൊക്കെ കണ്ണാടി വെച്ചോണ്ടിരുന്ന് ഫേക്ക് ഫെമിനിസ്റ്റ് കളികൾ ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ വലിച്ചീർ ഒട്ടിക്കും. പെണ്ണുങ്ങൾ ഉൾപ്പെടെ നിന്നെയൊക്കെ വലിച്ചീർ ഒട്ടിക്കും. ഒരുപാട് പെണ്ണുങ്ങൾ നിന്നെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊന്നും കാണുന്നില്ലല്ലേ? നിന്റെയൊക്കെ ഫേക്ക് ഫെമിനിസ്റ്റിന് നിന്റെയൊക്കെ കക്കൂസി കൊണ്ടിട്ട് ക്ലോസറ്റ് ഇട്ട് ഫ്ലഷ് അടിച്ചോണ്ടിരുന്നാൽ മതി. ഇങ്ങനെ കൊണ്ടുണ്ടാക്കാൻ വരരുത്. അവൻ ചത്തോണ്ട് നീയും ചാവും. അവള് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്വം മൊത്തം ഈ ബ്ലോഗേഴ്സ് അതുപോലെ അല്ലല്ല ശിംജിതയെ പോലെ ധാരാളം അതുപോലെ പുരുഷന്മാരും ഉണ്ടാവും. തന്നെ ഈ ദീപക്കിന് നീതി കിട്ടുന്നതിന് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കലായി മാറരുത്. സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബേസിക്കലി നല്ലൊരു പ്രോഗ്രാമാണ്. ഈ വിവരം ബോധവും പൊക്കണവും പഠിപ്പും വിവരം വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ബോധമില്ലാത്ത ഇതുപോലത്തെ സാധനങ്ങളെ എന്തിനാണ് അവിടെ പിടിച്ചോണ്ടിരുത്തിയത്? എന്തടിസ്ഥാനത്തിൽ? എന്തിനാണ്? ആ ദീപകിന്റെ അപ്പനും അമ്മയും അടക്കം ഈ പ്രോഗ്രാം ലൈവായിട്ടിരുന്ന് പങ്കെടുത്തുകൊണ്ട് കാണുകയാണ്. ആ ഒരു ഇതുപോലും മാനിക്കാണ്ട് ഇവളുമാരെ പോലെയുള്ള ശവന്തീനികളെ എന്തിനാണ് അവിടെ കൊണ്ട് ഇരുത്തിയത്? ഒരുത്തന്റെ ശവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിച്ച് വലിച്ച് തിന്നുന്ന ഇത്തരം ശവന്തീനികളെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൊണ്ട് ഇരുത്തി ഇങ്ങനെ കൊണച്ചു വിടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെയധികം വിഷമം തോന്നുന്നു. ആ അപ്പന്റെ അമ്മയുടെ വിഷമം പോലും മൈൻഡിൽ എടുക്കാണ്ട് ഇവളുമാര് ആ ഒരു ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ശവം വലിച്ചു കീറി തിന്നുന്നത് കാണുമ്പോൾ പുച്ഛവും പരിഹാസവും ദേഷ്യവും വെറുപ്പും മാത്രമാണ് എനിക്ക് തോന്നുന്നത്. വലിച്ചു കീറി ഒട്ടിക്കാൻ എനിക്ക് തോന്നുന്നു. വല്ലാത്ത അവസ്ഥ. ഞാനൊരു ന്യൂസ് ക്ലിപ്പ് കൊടുക്കാം. ഈ കാവടി മോളെ പറ്റിയിട്ടുള്ളതാണ്. എടി പുന്നാര ഫേക്ക് ഫെമിനിസ്റ്റുകളെ, നീയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പറ. ഈ പുന്നാര മോള ആദ്യമായിട്ടല്ല, പലരിൽ നിന്നും പൈസ തട്ടിപ്പടക്കം നടത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഒരു തേർഡ് റേറ്റ് ചെറ്റെ നിനക്കൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ആരോട് ചോദിക്കേ? എവിഡൻസ് സമർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം പ്രധാനമായും ആവശ്യപ്പെട്ടത്. കോടതി പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ച് കേസ് ഉച്ചയ്ക്ക് ശേഷമാണ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പ്രതിഭാഗം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി, അതായത് ഷിംജിത ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം അത് കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പ്രധാനമായും ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചു. അത് തുടർന്ന് തനിക്ക് വലിയ തരത്തിലുള്ള മനോവേദനയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമീപനം തന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഷിംജിതയുടെ വക്കീൽ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. പ്രധാനമായും ഇതിന് പോലീസ് റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ വന്നു. പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് സോഷ്യൽ മീഡിയ വഴി പ്രതി ദുരിതവശമായി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ സംഭവത്തിന് ശേഷം പ്രതിയായ ഷിംജിത അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒന്നും തന്നെയും തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. പകരം വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ആയത് ദുരുദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ്. ഒരു കാര്യം കൺഫേമാണ്, ഇവള് പ്ലാൻ ചെയ്താണ് ദീപക്കിനെ തീർത്തിട്ടുള്ളത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഇവള് വീഡിയോ എടുത്തതിനു ശേഷം ദീപക്കിനെ കോണ്ടാക്ട് ചെയ്ത് ഭീഷണിപ്പെടുത്തി കാണാം. പൈസ തരണം മച്ചനെ, പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കും, അതോടെ നിങ്ങൾ അടപടലം തേഞ്ഞൊട്ടും, അങ്ങനെ എന്തെങ്കിലും ആണോ? ഇനി അതിനു മുന്നേ ഏതെങ്കിലും രീതിയിൽ ഈ ദീപക്കിനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? ഒന്നും അറിയാൻ പാടില്ല. കാരണം ദീപക് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കാണുന്ന സമയത്ത് അറിയാം. ഈ നായിന്റെ മോൾ എത്രത്തോളം ചെറ്റയാണെന്ന് നമുക്ക് അതേ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇവൾ സത്യത്തിൽ അവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഇനിയും സത്യം പുറത്തു വരാനായിട്ടുണ്ട്. ഇവളുടെ ഫോണിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്തത് വച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പലരെയും പൈസപരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്, തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു തേർഡ് റേറ്റ് ക്രിമിനലാണ് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ നായിന്റെ മോള്. ഇവളെ മാക്സിമം പരമാവധി ശിക്ഷിക്കുക, ജാമ്യം കൊടുക്കരുത്. ജാമ്യം എന്ന് പറയുന്ന സാധനം ഈ നായിന്റെ മോക്ക് കൊടുക്കരുത്.
അതേ എനിക്ക് പറയാനുള്ളൂ മെയിനായിട്ട്. അതുപോലെ ഇവിടെ ഒളിവിലിരിക്കാൻ സഹായിച്ചിട്ടുള്ളവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതെവിടത്തെ നിയമമാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആ നിയമം അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് ഷിംജിതയെ മാത്രം അറസ്റ്റ് ചെയ്ത് I-20 കയറ്റിക്കൊണ്ടുപോയി. എന്നാൽ അവരെ ഒളിവിലെത്തിച്ചവരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ നിലവിൽ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല കളികൾ കളിക്കുന്നുണ്ട്. ഇനി ഷിംജിതയെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്ന ന്യൂസ് കാണാം. ഒരു യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതായി ദീപകിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ ഏത് തരത്തിലാണ് പരാതി എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസ് നൽകിയിട്ടില്ല. പരാതിയുടെ വിശദാംശങ്ങൾക്കായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നും ദീപകിന്റെ സഹോദരൻ പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി കംപ്ലയിന്റ് ചെയ്തെന്ന് പറഞ്ഞു, ഒരു റെസിറ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ റെസിറ്റായിട്ട് ഇങ്ങനെ ബന്ധം വെച്ച് ട്രാഫിക്കിൽ ഞാൻ ബന്ധം വെച്ചിനി. ഞാൻ ട്രാഫിക് പോലീസുകാരായിട്ടും ബന്ധം വെച്ച്. അപ്പോൾ ഇത് കണ്ണൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായി ബന്ധം വെച്ച് കളിക്കുന്നത്. അങ്ങനെ ഇന്നലെയാണ് അത് കറക്റ്റ് സിറ്റിയിലാണ് ഉള്ളത്. പരാതിൻ്റെ കോപ്പിന്നു SI ഞാൻ സംസാരിച്ച്. അപ്പോൾ SI പറഞ്ഞ് കമ്മീഷൻ പറയാതെ നമുക്ക് ഇത് തരാൻ പറ്റില്ല. അങ്ങനെ കമ്മീഷൻ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് കമ്മീഷനായി സംസാരിച്ചപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല മറുപടി, നല്ല വൃത്തിയിലുള്ള മറുപടി തന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ ഈ സംഗതി കമ്മീഷണർ പറഞ്ഞ് നിങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് തന്നാലും ഞങ്ങൾ കറക്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾ കറക്റ്റായിട്ട് അത് അയച്ചിരിക്കണം. ഈ കുട്ടി ആരാന്നുള്ളതെല്ലാം അന്വേഷിക്കണം. ഈ കുട്ടീന് ഇങ്ങനെ പരാതി വന്നിക്കണോ ഇല്ല എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. ആ പരാതിയിൽ പറഞ്ഞത് SI പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ കുട്ടീൻ്റെ ഫോട്ടോസ് അതിൽ വന്നപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തത്. ആദ്യം ഇട്ട വീഡിയോ ഫസ്റ്റ് ഇവിടെ വിട്ട വീഡിയോയിലുള്ള ഇതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി പരാതി. കേട്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല. ന്യൂസുകളൊക്കെ കാണുക, എല്ലാവരും ന്യൂസുകൾ കാണുക. എന്നിട്ട് ഈ നായിൻ്റെ മോൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ നായിൻ്റെ മോന്മാരുണ്ട്, മോളുകളും ഉണ്ട്. ഇനി വേറൊരു ചെറ്റുണ്ട്. ആരെന്ന് പറയുമ്പോൾ ചെകുത്താൻ അജുവലക്സ്. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അവിടെ ക്രിമിനലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നാറിയാണ് ഈ അജുവലക്സ്. ഇവനൊക്കെ സത്യം പറഞ്ഞ് നാട് കടത്തണം. പിടിച്ചിടിക്കേണ്ട പരിപാടികളാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതിൻ്റെ മറ്റടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ കണ്ടുപിടുത്തം. ആരും കണ്ടുപിടിക്കാത്തവൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കാണാം. ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഇൻസിഡന്റ് ഉണ്ടല്ലോ, ബസ്സിൽ ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത വീഡിയോ ഒരു തെറ്റുമില്ല. ഇത് വളച്ചൊടിച്ച് പ്രശ്നമാക്കിയത് കുറച്ച് യൂട്യൂബേഴ്സാണ്. അതിനകത്തൊരെണ്ണം അശ്വിൻ മാടമ്പള്ളി എന്ന് പറഞ്ഞൊരുത്തിന് സീക്രട്ട് ഏജന്റ്. ഇങ്ങനത്തെ ആൾക്കാരാണ്. അശ്വിൻ മാടമ്പള്ളി എന്ന് പറഞ്ഞ ആളുടെ വ്യൂസ് 7 മില്യൺ എന്തോ പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ പൊതുവികാരത്തിനനുസരിച്ച് വീഡിയോ ചെയ്ത് കൂടുതൽ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി ചെയ്തതല്ലാതെ അതായത് ഇപ്പം യൂട്യൂബേഴ്സാണ് കുറ്റക്കാരായത്. ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് അശ്വിൻ മാടമ്പള്ളിയൊക്കെ എരുതിയിൽ എണ്ണ ഒഴിച്ചു എന്നാണ്. കൊള്ളാം, നല്ല എണ്ണയടാ. നിന്റെ കോത്തിൽ ഒഴിക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു തരാം. നീ തിരിയിട്ട് വൈ എന്നിട്ട് കത്തിച്ചു നോക്ക്, കത്തു നോക്കാം. കണ്ണിൽ കെട്ടിട്ടില്ലെങ്കിൽ നിന്റെ കോതം പൊള്ളും കേട്ടാ. അജു അലക്സ എന്തായാലും കേൾക്കാം കൊണയടി. യാഥാർത്ഥ്യം എന്താ വെച്ചാൽ അവന്റെ അനാലിസിസിൽ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ തട്ടുന്നില്ല, ദൈവത്തിന്റെ കൈയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ഞാൻ നോക്കട്ടെ, അത് ഞാൻ കാണിച്ചു തരാൻ പറ്റിയാൽ. ആ വീഡിയോ കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. മനസ്സിലാത്ത കാര്യം. അങ്ങനെ അവരെ ആ സ്ത്രീയെ ഇപ്പോൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം. മറ്റേ വീഡിയോ എനിക്ക് തപ്പിട്ട് കിട്ടിയില്ല. ഈ പറയുന്ന പെൺകുട്ടി എന്താ പറയുക, തട്ടിയിട്ടില്ല എന്ന് പറയത്തില്ലേ. ഈ ദീപക് എന്ന് പറഞ്ഞ ആള് ഇതിനകത്ത് എക്സ്പെർട്ടാണ്. അയാൾക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അയാളുടെ ബാഗ്, അയാളുടെ ഒരു ബാഗുണ്ട്. ഇവന്റെ എന്താ മറ്റേ സമാധിന്റെ ഒരു ബാഗുണ്ട്. ഈ ബാഗ് വെച്ചിട്ട് പുള്ളി ഒരു പണി കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പിടി കിട്ടത്തില്ല. എല്ലാവരും പെണ്ണെ കുറ്റം പറയാം. അവനൊന്നും ചെയ്തിട്ടില്ല, അവനെന്തോ പാവം പിടിച്ചവൻ, ഇവള് കയറി അവൻ്റെ ചെയ്തുകൊണ്ട് മരിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത്. ഇവിടെ വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. മറ്റൊരു സ്ത്രീയുടെ അടുത്താണ് ഇരിക്കുന്നത്. അവിടെയും അയാളുടെ ഇടത് കൈ പൊങ്ങുന്നുണ്ട്. ആ സ്ത്രീയുടെ കൈ കമ്പിയിലാണ് ഇരിക്കുന്നത്. കണ്ട, ആ ഒരു തെറ്റിദ്ധാരണയാണ് ഷിംജിത ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം. എടാ നായിന്റെ മോന്റെ മോനെ, എടാ പുന്നാര മോനെ, നിനക്ക് എങ്ങനെയാടാ തോന്നുന്നു? നാളെ നിന്നെ ഇതുപോലെ ഏവളെങ്കിലും അടിച്ചേറി കയറ്റണം, അതോടെ തീരും. പിന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് കത്തിച്ചിട്ടിട്ടും വലിച്ചു കയറ്റുന്ന പോലെ അല്ല കേട്ടറാ. ചെകുത്താന്റെയും കാലന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കണ പുന്നാര മോനെ, നിനക്ക് നാണമില്ലടാ. നാണമില്ല ഇതിനെ വളച്ചൊടിച്ചിട്ട് വേറൊരു ട്രാക്ക് പിടിക്കാനായിട്ട്. ആ വീഡിയോ കണ്ടിട്ട് എവിടെയാണ് നിനക്ക് ആ വ്യക്തി കുറ്റം ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത്? ഇവളിപ്പുറത്ത് നിന്നവള് അവളെ സാമാനം കൊണ്ട് അവന്റെ കൈമുട്ടിന് വെച്ചു കൊടുത്താൽ നീ കണ്ട. നിനക്ക് അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നിനക്കൊരു തേങ്ങയും പറയാനില്ല അതിനെ പറ്റിയിട്ട്. എന്നിട്ട് കൊണയടിക്കാൻ വന്നിരിക്കണവൻ, മറ്റേ അടുത്ത ഭർത്താവൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. ന്യൂസ് വന്നിട്ടുണ്ട്, വേറെ ആണുങ്ങളെന്നും ഒക്കെ പൈസകൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നിനക്ക് എന്നാ പറയാനുള്ളത്? പോയോളം മൂട് താങ്ങിക്കൊടു. എന്നിട്ട് നിന്റെ കോത്തിൽ തിരിയിട്ട് വെച്ചോണ്ടിരിക്കും നീ കേട്ടാ. എഴുതിയിൽ എണ്ണ ഒഴിക്കണം, മറ്റേ അടുത്ത വർത്താനം പറഞ്ഞുകൊണ്ട് വരണം നായിന്റെ മോൻ. വീണ്ടും ആ കൈ കൊണ്ട് അയാൾ വീണ്ടും ചേർത്ത് പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. കോടതി ഇത് വൈറലാവാൻ എടുത്ത വീഡിയോ അല്ല എന്ന് തെളിയിക്കുന്നു. കണ്ടോ, ഇത് കറക്റ്റാ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് അയാളെ ബാഗ്
ഇങ്ങനെ ഒരു ബാഗ് പിടിച്ചോണ്ട് നിൽക്കുക ബസ്സിൽ. ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ, അതുമല്ല പൊക്കി കഴിയുമ്പോൾ അവന്റെ കൈ ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പൊക്കത്തില്ല, നമ്മൾ ഇങ്ങനെ പൊക്കത്തുള്ളൂ. ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ പൊക്കി തൊട്ടപ്പുറത്തേക്കുന്ന പെണ്ണുങ്ങളുടെ മുലയിലോട്ട് കുത്തുന്നത് മനഃപൂർവ്വം മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അയാൾ ബാഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓ കണ്ടുപിടുത്താണ്, പുതിയ കണ്ടുപിടുത്തം. ഇത്രയും തിരക്കിന്റെ ഇടയിൽ നിന്നും കൊണ്ട് അവൻ മറ്റേ സുഖം പിടിക്കാൻ പോയി എടിച്ചു പോടാ. ബൗളിൽ തന്നെ വന്നിരുന്നു, വേട്ടവാളിൽ തന്നെ ഇരുന്ന് പറയാതെ ബോധം പൊക്കണമില്ലാതെ യാതോ കൂടിയ മുന്തിയന് സാധനം കൂട്ടിയിട്ട് കത്തിച്ചു കൊണ്ട് വന്നിരുന്ന് പറയുന്ന നോക്കാം എൻ്റെ കോണം ചോർത്താൻ. നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം, നീ കൂടുതലൊന്നും കൊണ അടിക്കാതെ വല്ലതും പരിപാടികളും കാണിച്ച് വെച്ചിട്ട് അവസാനം വന്നിട്ട് അടിച്ച് വളച്ചൊടിക്കാനേ എൻ്റെ കൊണ 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 കൊണ. പിന്നെ കണ്ടോണ്ടിരിക്കണം നമ്മൾ പൊട്ടന്മാരല്ലേ, പോങ്ങ വേളയില്ലാത്തവനെ. അതിന് പ്രശ്നം ഉണ്ടായ പുള്ളി പറയും അയ്യോ അറിയാതെ തട്ടിയത് ബാഗ് ഒക്കെപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇതേ അനുഭവം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും, സ്ത്രീകളാരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ആ പെങ്കൊച്ച് നിരപരാധിയാണ്. എല്ലാവരും ഉടൻ തന്നെ എല്ലാവരും ഇവിടെ മുഴുവൻ മനുഷ്യരും പോലീസുകാരടക്കം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല, അത് പോലീസ് കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ മരിച്ചല്ലേ, അതുകൊണ്ടല്ലേ മരിച്ചത്. അതെങ്ങനെ അറിയാൻ പറ്റും? ഇത് പോലീസ് ആൻസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ കണ്ട മാധ്യമങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അവമാനിക്കരുതെന്ന് പോലും ഒരിടത്തും മീഡിയയിലോ പോലീസോ കോടതി പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ മാത്രം എങ്ങനെ അറിയുന്നത്? എടാ പുന്നാര മോനെ, നിന്റെ അടുത്ത് 1-2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇട്ട വീഡിയോ മുക്കി അവള്, അക്കൗണ്ട് പ്രൈവറ്റ് ചെയ്തിട്ട് ഓടി, രണ്ടാമത് ഇട്ട വീഡിയോ മുക്കി, ഒളിവിൽ പോയി. അത്രയും ജെന്യൂൻ ആയിരുന്നെങ്കിൽ ഇത്രയൊക്കെ എന്തിനാ അവള് ചെയ്ത്? ഇനി പോലീസ് ഇപ്പം നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് പലരിൽ നിന്നും പൈസ തട്ടിപ്പടക്കം അവൾ നടത്തിയിട്ടുണ്ട്, തെളിവ് സഹിതം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിനക്ക് എന്നാ അതാണ് പറയാനുള്ളത്? എനിക്ക് ഇത്രയും തൊട്ടിത്തനം ചെയ്ത ഇവിടെ നിനക്ക് എങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? എന്നിട്ട് ഇതിലെല്ലാം പുറമെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം എന്താണ് അവിടെ നടന്നിട്ടുള്ളത്. അവൾ സാമാനം കൊണ്ട് മുട്ടാൻ വച്ചു കൊടുത്തിരിക്കുകയാണ്. ചത്തൂടെ എനിക്കൊക്കെ? എനിക്കിതേ ചോദിക്കാനുള്ളൂ, സത്യം. വേറെ ഒന്നുമില്ല നിന്റെ അടുത്ത് ചോദിക്കാൻ. അവരാദ്യമായി നിനക്ക് എവിടെ നിന്നോ എന്തോ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്. ഇനി ഒരു 6 മാസം മുന്നേ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരു പറട്ടക്കളവൻ്റെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പെൺകുട്ടി ചെയ്തത് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. ഒരു 65 വയസ്സായ ഒരാള് ആ ചേട്ടൻ എന്നെ മോശമായിട്ട് തൊട്ടു. എനിക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പം റിയാക്ട് ചെയ്തിട്ടില്ല. തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം, എന്താ ചെയ്യുന്നത്, ദൂരേക്ക് മാറിയിരുന്നൂടെ. ആൾക്ക് അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ അപ്പം റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കാം. ആ സമയത്താണ് ഞാൻ ഈ റെയിൽ മദാത്ത് എന്നുള്ള ഒരു ആപ്പിന്റെ പണ്ട് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനത്തെ ആപ്പുകൾ എന്റെ ഫോണിൽ ഉണ്ടാവലും വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡൗൺലോഡൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ആപ്പ് ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുത്തു. 11/12 ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഒരാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. 11/16 എന്നെ അവർ കോൾ ചെയ്തു. ഞാൻ ആ സമയത്ത് കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. തിരൂരിന്ന് എന്നോട് പറഞ്ഞു തിരൂര് സ്റ്റേഷനിൽ പോലീസുകാർ കയറും എന്ന് പറഞ്ഞു. തിരൂരിന്ന് പോലീസുകാർ കയറി, സാറുമാർ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് അവിടെ ഇരുത്തി എന്നോട് എവിടെ ഇറങ്ങുന്നത്? അപ്പൊ നമ്മുടെ കോഴിക്കോടാണ്. ഓക്കെ, എന്നാൽ ശരി, കോഴിക്കോട് വരെ ഞങ്ങളുണ്ട്, കോഴിക്കോട് നമുക്ക് കേസ് ബാക്കി ശരിയാക്കാമെന്ന് എന്നോട് പറഞ്ഞു. അവരെന്റെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ താനിരുന്ന സാറുമാർ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല നമ്പറിൽ നിന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. സേഫ് അല്ലേ, പ്രശ്നമില്ലല്ലോ, കൂടെ സാറുമാരില്ലേ, പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെന്നെ കണ്ടിന്യൂസ് ആയി ഇവരെന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരോടാണ് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ ആള് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തെ ഒരാള് റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല. ട്രെയിനോ ബസ്സോ എന്നല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം. വേറെ ആരും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്പിന്റെ കാര്യം ഓർമ്മ വന്നതും അത് ഡൗൺലോഡ് ചെയ്യാനും അത് കേസ് ഫയൽ ചെയ്യാനൊക്കെ തോന്നിയിരുന്നു. ആളുടെ പ്രായാധിക്യം കാരണം കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടില്ല. ആൾക്ക് 3 പെൺമക്കളാണെന്ന് പറഞ്ഞു. ആ കുട്ടികള് അവർക്കിതൊരു പ്രശ്നമായി മാറണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആവും. കേട്ടല്ലോ, ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകളും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അല്ലാണ്ട് വന്നിരുന്നിട്ട് സാമാനം കൊണ്ട് വച്ചു കൊടുത്തിട്ട് തട്ടുകേട്ടാന്ന് പറഞ്ഞ് തട്ടിപ്പിച്ചിട്ട് ചിരിച്ചോണ്ട് നിന്നിട്ട് അതിനെ എടുത്ത് കണ്ടന്റ് ആക്കുന്ന കടയാടി മോളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നവളുമാരും മനസ്സിലാക്കുക, അവരാതി മക്കളെ നിനക്കൊക്കെ ഒന്നും ബോധവും പൗരം പൊക്കണമില്ലേ? സാമാനം കൊണ്ട് തട്ടാൻ വച്ചു കൊടുത്തത്
കേരളക്കരയിലെ ഇന്റർനാഷണൽ റീച്ചാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ലോകത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ സാമാന്യത്തിൽ അന്യപുരുഷന്റെ കൈ അറിയാതെ തട്ടുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന സെൽഫി ഇട്ടിരിക്കുന്ന അവർ കടയാടി മക്കൾ. കൂടുതലൊന്നും പറയാനില്ല. ഇവളെയൊക്കെ ജയിലിലിട്ട് ആരെങ്കിലും തല്ലി തീർത്തെന്ന് പറഞ്ഞാൽ സന്തോഷം. തല്ലി തീർത്തതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ പ്രാർത്ഥിക്കും. ഉള്ള കാര്യം സത്യം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.